ഇതാരാ വന്നിരിക്കുന്നേ നോക്ക്. മാഡോ, എന്താ ഇതുവഴി? ഇതുവഴി പോയപ്പോ കയറിയെന്നേ ഉള്ളൂ. ഓ അമൃത, തന്റെ ടെൻഷനൊക്കെ മാറിയോ? മാഡത്തിന് ഇടപെടലുണ്ട്, കാര്യങ്ങൾ നന്നായിട്ട് വന്നെന്ന് ഞാൻ ഇവരോട് പറയുമായിരുന്നു. അതെ. അപ്പോ SP ആൻമരിയ മാഡോ അവരുടെ ഇടപെടലുണ്ടല്ലേ പോലീസുകാർ മുട്ടുമടക്കിയത്? അവരെ വിളിച്ചത് ഞാനാ. ഞങ്ങൾ നേരത്തെ പരിചയക്കാരാ. വിവേക്, കേസിന്റെ 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. 1 മിനിറ്റ് ഒന്ന് വരാവോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ടെൻഷൻ അടിക്കാനൊന്നുമില്ല. നിങ്ങളുടെ ചർച്ച നടക്കട്ടെ. അന്ന് രാത്രി എന്റെ കൂടെ ഉണ്ടായിരുന്ന വിവേക് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ വിവേകിനെ വിളിച്ചത്. വിവേക്, പ്ലീസ് കം. നല്ല സ്ത്രീ എന്ത് അന്തസ്സോടെ പെരുമാറുന്നേന്നറിയോ? അവരുടെ വീട്ടിലായിരുന്ന സമയം എന്നെ പൊന്നുപോലെ നോക്കിയത്. വിവേകിനെ പറ്റി വലിയ അഭിപ്രായം അവർക്ക്. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. അല്ല, വിവേകിന് ആരുമില്ലെന്നും അവൻ അനാഥനാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞോ? ഏയ് ഇല്ല. അതെന്ത് ചോദ്യം അഭി, ഞാനതൊക്കെ പറയോ? എന്താ മാഡം? നമ്മൾ തമ്മില് നേരത്തെ കണ്ടിട്ടുള്ളത് 1 വട്ടം മാത്രമാ. ആതിരയുടെ ആരാധ്യയുടെയും പ്രശ്നം ഉണ്ടായപ്പോ അന്ന് ഞാൻ വിവേകിന്റെ നമ്പർ വാങ്ങിയത് ചില കാര്യങ്ങൾ സംസാരിക്കാനാ. എന്താ? ആ നമ്പറിൽ ഞാൻ പലവട്ടം വിളിച്ചു, പക്ഷെ വിവേക് എടുത്തില്ല. അത് പിന്നെ മനഃപൂർവ്വമല്ല, ഓരോ തിരക്കിനിടയിൽ വിട്ടുപോകുന്നതാ. തിരക്കൊക്കെ കഴിയുമ്പോ വിളിക്കാലോ. സോറി, പറ്റിയില്ല. അമൃത കേസിൽപ്പെട്ട സമയത്ത് ഞാൻ ആദ്യം വിളിച്ചത് വിവേകിനെയാ. ഭാഗ്യം, അന്ന് കോളെടുത്തു. എന്റെ കൂടെ താമസിച്ച സമയത്ത് ഒരു ദിവസം അമൃത എന്നോട് ചോദിച്ചു, എല്ലാ കാര്യത്തിനും വിവേകിനാണല്ലോ വിളിക്കുന്നതെന്ന്, അഭിമന്യുവിനെ ആകാശിനെ ഒന്നും വിളിക്കാറില്ലല്ലോന്ന്. ഞാൻ പറഞ്ഞു, വിവേകിനെ കാണുമ്പോ പരിചയമുള്ള ആരെയോ പോലെ തോന്നുന്നു. കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അല്ല, വിവേകിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അത് പിന്നെ എല്ലാവരും ഉണ്ട്. എന്ന് വെച്ചാ? അച്ഛൻ, അമ്മ, ഏട്ടൻ, 2 അനിയത്തിമാർ, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഞാനൊരു ദിവസം വീട്ടിലേക്ക് വരട്ടെ? അതിനെന്താ മാഡം, നേരത്തെ പറഞ്ഞിട്ട് വരണമെന്നേ ഉള്ളൂ. ഞാനെപ്പോഴും ഈ യാത്രയിലൊക്കെ ആയിരിക്കും. വിളിച്ചിട്ട് വരാം, പക്ഷെ വിളിക്കുമ്പോ ഫോൺ എടുക്കണം. എടുക്കാം. എന്നാ ഞാനും കൂടി ചെല്ലട്ടെ. എന്തുപറ്റി? അനഘയുടെ മുഖത്തൊരു ഭാവവ്യത്യാസം. എന്നോട് സംസാരിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടല്ല, എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ, വൈകുന്നുണ്ടാവും. മാഡം വാ. ഇല്ല, ഞാൻ ഇനി കയറുന്നില്ല. എല്ലാവരെയും കണ്ട് സംസാരിച്ചല്ലോ. ശരി, വരട്ടെ. ശരി. എന്തായിരുന്നു? ഏയ്, ഒന്നുമില്ല, വെറുതെ. നീ വാ.